ഷാർജ രാജ്യാന്തര പുസ്തകമേളയിൽ 17ാമത് ഇന്റർനാഷണൽ അറബിക് ബാലസാഹിത്യ അവാർഡ് വിജയികൾക്ക് ആദരം. ഷാർജ ബുക്ക് അതോറിറ്റി ചെയർപേഴ്സണും UAE ബോർഡ് ഓൺ ബുക്സ് ഫോർ യങ് പീപ്പിൾ സ്ഥാപകയുമായ ഷെയ്ഖ ബദൂർ ബിൻ സുൽത്താൻ അൽ ഖാസിമിയാണ് പുരസ്കാര ജേതാക്കളെ ആദരിച്ചത്. 22 രാജ്യങ്ങളിൽ നിന്നും 407 അപേക്ഷകളാണ് ഇത്തവണ അവാർഡിനായി എത്തിയത്. 2009 ശേഷമുള്ള ഏറ്റവും ഉയർന്ന കണക്കാണ് ഇത്. 280 എഴുത്തുകാരുടെയും 263 ചിത്രകാരന്മാരുടെയും 116 പ്രസാധകരുടെയും കൃതികൾ ഇതിൽ ഉൾപ്പെടും. 111 അപേക്ഷകളുമായി UAE ആണ് മുന്നിൽ. ഈജിപ്ത്, ലെബനൻ, ജോർദാൻ എന്നിവരും തൊട്ടു പിന്നാലെയുണ്ട്. ഡാലിയ അൽ മൻഹാൾ മിർസയുടെ അനദർ ഡേ, ഇഫ്തിത്തം സുലൈമാൻ ബർക്കത്തിന്റെ ജെറുസലേം ഹിഡൻ ഗേറ്റ്, നൂർ എൽഹോദ മുഹമ്മദിന്റെ എ ഡൈവ്, ഹാല അബ്ബാസ് എഴുതിയ ചിൽഡ്രൻ ഓഫ് ദി ഷാഡോ, ഖൈ സാലിഹ് അൽ ഹന്ദി എഴുതിയ ഹുവാ മൈ എന്നിവയാണ് 5 വിഭാഗങ്ങളിലെ വിജയികൾ. അറബ് ലോകത്തുടനീളമുള്ള കുട്ടികളുടെയും യുവാക്കളുടെയും മുതിർന്നവരുടെയും സാഹിത്യ മികവിനെയാണ് ഈ പുരസ്കാരം അടയാളപ്പെടുത്തുന്നത്. 1.2 ദശലക്ഷം ദർഹത്തിന്റെ ആകെ സമ്മാന മൂല്യമുണ്ട് ഇതിന്. യുവ വായനക്കാരെ പ്രചോദിപ്പിക്കുകയും സാഹിത്യത്തിലൂടെ അറബ് ഐഡന്റിറ്റി ശക്തിപ്പെടുത്തുകയും ചെയ്യുക എന്നതാണ് അവാർഡിന്റെ ദൗത്യം. സാംസ്കാരിക സുസ്ഥിരത വളർത്തുന്നതിലും അറബ് പ്രതിഭകളെ പിന്തുണയ്ക്കുന്നതിലും പുരസ്കാരത്തിന്റെ പങ്കിനെയും വേദിയിൽ അനുസ്മരിച്ചു. NTV ഷാർജ. NTV UAE to the world.